സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എച്ച് പ്ലേയുടെ മൂന്നാമത്തെ എപ്പിസോഡ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോണത് ഈ മരമൊക്കെ ഒന്ന് വെട്ടി ഫാം ചെയ്യണം. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ടാകുന്നല്ലോ, അത് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ വീഡിയോ എന്താ വരാൻ വൈകിയെന്ന് വെച്ചാൽ ഈ ക്ലാസ് ഒക്കെ തുടങ്ങിയാണ്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഓക്കെ, എല്ലാ ശനി ഞായറൊക്കെ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ ദ വേ കാര്യം വരെ വിട്ടുപോയി. എല്ലാവരും സബ് അടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ വീട്. ഞാൻ അന്നാള് വീട് എടുത്തതിന് ശേഷം പിന്നെ വീട്ടിൽ കയറിയിട്ടും കൂടിയില്ല, കണ്ടുപോയിട്ടിരിക്കുന്നു. പിന്നെ ജസ്റ്റിൻ്റെ അകത്ത് ചവറ നോക്കണ്ട. ഓക്കെ, സോ ഗൈസ്, അപ്പം നമുക്ക് വില്ലേജ് ബ്രീഡർ എന്തായിരുന്നു നോക്കാം. നമുക്ക് അതെന്തോ പാർട്ടിക്കിൾ കാണിച്ചിട്ട് ബഗ്ഗായതാണോ ഡൗട്ട് ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ബ്രെഡ് എറിഞ്ഞു കൊടുത്തിട്ട് ആരും വന്നിട്ടില്ല, നമുക്ക് താഴ്ത്തു പോയേക്കാം. ഗെയിം ഒന്ന് ഓണാക്കിയിട്ട് കുറച്ചു നേരം നിന്നാന്നു. അപ്പോ ഓക്കെ, ആരും വന്നിട്ടില്ല. അപ്പോ നമുക്ക് മറ്റേ ബ്രെഡിന്റെ പരിപാടി തന്നെ ചെയ്യാം. ഇവിടെ വില്ലേജിലെ ഒരു സൈഡില് കുറച്ച് ഇത് നിൽക്കുന്നുണ്ട്, എന്താ പറയാ, മറ്റേ സാധനങ്ങളുണ്ട്. ഹെബേൽ ഉണ്ടല്ലോ, അത് ഞാൻ വന്നിട്ട് അങ്ങനെ വെച്ചതാ, ഇതുവരെയായിട്ട് പൊളിച്ചിട്ട് കൂടി ഇല്ല. ഇതൊക്കെ ഉണ്ടോ, ഇവിടെ ഉണ്ട്. പിന്നെ ആ സൈഡിലുണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ബ്രെഡ് ആക്കിയിട്ട് അവന്മാർക്ക് എറിഞ്ഞു കൊടുക്കാം. എന്ത് തേങ്ങയത് ഇപ്പമാര് ഈ പാർട്ടികൾ കാണിക്കുകയും ചെയ്യുന്നിട്ട് അവന്മാർക്ക് ദേഷ്യം വരുന്ന പാർട്ടികൾ ഉണ്ടല്ലോ, അതും കാണിക്കും. എന്തുകൊണ്ടത് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. നോക്കിയോടെ ആരും വരില്ല. തേങ്ങ ഞാൻ സ്റ്റേക്ക് കണക്കിന് ബ്രെഡ് അവന്മാർക്ക് എറിഞ്ഞെടുത്തു. സ്റ്റേക്ക് കണക്കിനില്ല, 27 എണ്ണം. അവന്മാര് തിന്നിട്ട് അത് വിഴുങ്ങി കിട്ടും. അവന്മാര് ബ്രീഡായില്ല. ഇനി ഒരു പണിയുള്ളു, ഈ വില്ലേജിലുള്ള എല്ലാ ബെഡും കണ്ട് പൊട്ടിച്ചു കളയാം. ഓക്കെ, അപ്പൊ നമുക്കെന്നേ മറ്റേ ആ വീടില്ലേ, അതിന്റെ പണി എങ്ങനെ തീർന്നു. അത് ഞാൻ ഇന്ന് വെച്ചാൽ മൈനിങ്ങിന് ഇറങ്ങിയിട്ട് ആ ഡീപ് സ്ലേറ്റ് പൊളിച്ചിട്ട് സംഭവം ഇങ്ങനെയൊക്കെ റെഡിയാക്കണം. ആൾക്കാർ 2 വീട്ടിൽ കുറെ ബെഡാവും മിക്കവാറും. ഓക്കെ, ഞാൻ അതൊക്കെ ഒന്ന് പൊളിക്കട്ടെ. ഇപ്പൊ കണ്ട ക്ലിപ്പ് ഇല്ലേ, ചെറിയൊരു ലാഗ് ഉണ്ടാവും. അതിന്റെ OBSന്റെ പ്രശ്നമാണ്. ഇനി അങ്ങോട്ട് ലാഗ് ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ആ പെട്ടി തുറന്നു നോക്കുമ്പോ അതിന്റെ അകത്ത് ഉണ്ടാവുന്നതാണ് ഹേവിയിൽ 14 ഹേവിയർ എന്താ വെച്ചിട്ടുണ്ടാവുന്നു. ഓക്കെ, ഇതെങ്ങനെ തീരുക. അവരടുത്തേക്ക് വന്ന അവന്മാര് ഇന്നെ നോക്കണം. ആ ബ്രെഡ് അങ്ങോട്ട് പോയി കിട്ടി, സമാധാനായി. ഈ ഇത് എന്താ ശരിയാവാത്തെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ, ചെന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ഉറങ്ങാനും പറ്റുന്നില്ല നിങ്ങളോട്. അത് കാരണം കൊറേ സമയം പോയി ഇപ്പൊ തന്നെ. ഞാന് ഈ ബെഡിന്റെ കളറൊന്ന് വെറുതെ മാറ്റി വെച്ച, പൊട്ടിച്ചിട്ട് വെറുതെ വെച്ചതാ. പൊട്ടിച്ച് വെക്കണം കൊണ്ട് ഒരാർക്കും ഇവരോടെന്തോ ചെയ്യണ്ട്. ഇതില് വേറെ അടുത്ത് അതായത് എനിക്ക് അവിടെയുള്ള വില്ലേജസിനെ ഫുൾ അങ്ങോട്ട് തട്ടിയാലോ. ഞാവന്മാര്
ഈ ബിഡിക്ക് ലിങ്ക് ആവുണ്ടോന്ന് ഡൗട്ട്. കാരണം ഇത് തൊട്ടപ്പുറത്ത് അവിടെ വില്ലേജ് ഉണ്ട്, അതുകൊണ്ടായിരിക്ക. നോക്കാം. ഓക്കേ, പക്ഷെ ഒരു കാര്യം മനസ്സിലായപ്പോ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ബ്രീഡർ അല്ല അയൺ ഫാം ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്കുന്നുണ്ടല്ലോ മറ്റേത് തീർക്കാൻ നോക്കാം. ഇതിന്റെ പണി, വീടിന്റെ പണി ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് ടോർച്ച് എവിടെന്നേലും എടുത്തിട്ട് പഴുത്തുക്ക കുഴിക്കേണ്ടായിരുന്നു. മൈൻ ഷാഫ്റ്റ് ഉണ്ട്, കുഴിക്കിറങ്ങാൻ വയ്യ വെറുതെ. അപ്പുറത്തെ ഒരു കുഴി കണ്ടിട്ടുണ്ടാകും, നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഇത് മാന്താം, കോഡ് അവിടെ വെച്ചിട്ട്. ഒരു സംഭവം എന്താന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മളെ ബഗ്രോക്കിലൊക്കെ ഈ സാധനം ഇങ്ങനെ വർക്ക് ചെയ്യാറുണ്ട്, ഇതെന്താണാവും. ഓക്കെ, അത് അറിയണവരുണ്ട് വെച്ചൊന്ന് കമന്റിൽ പറഞ്ഞു തന്നെ, ഇനി അതിന്റെ മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. ഓക്കെ, ഞാൻ അതൊക്കെ ഒന്ന് മാന്താം. സോ ഞാൻ വിചാരിക്കണത് നമുക്ക് എന്താ ആവശ്യ ഇവിടെ ഇപ്പൊ തന്നെ കുറച്ച് വില്ലേജസും കാര്യങ്ങളും ഉണ്ടല്ലോ. നമുക്ക് ഇവരെ കിഡ്നാപ്പ് ചെയ്യാം, അതല്ലാണ്ട് വേറൊരു വഴിയില്ല. ഓക്കെ, നല്ല എനിക്ക് പണി എടുക്കണ്ടോ. നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് കൺഫേം സെറ്റ് ആക്കാം. അതിന്റെ അത് കയറാ. ഓക്കെ, ഒരുത്താൻ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവനെ നമുക്ക് തള്ളി ഇതിക്ക് തള്ളിയില്ല. ഓക്കെ, അവിടെ എന്താ 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 ഇതെന്താ, എന്നെ എഴുതിന്ന് പോട്ടെ. മറ്റേ ഈ റൗണ്ട് മറ്റേ കാവലിക്കണ സാധനമാണോ? ഇതിന് സീഡ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് റാൻഡം സീഡ് കേട്ടോ, ഈ അടുത്തൊന്നല്ല, റാൻഡം സീഡ്. നേരത്തെ ഒരു ഷിപ്രക്ക് ഉണ്ടായില്ലേ 2-3 എപ്പിസോഡ് പിന്നെ, അത് വെച്ചിട്ട് വെച്ചാ അവിടെ അടുത്തൊന്ന് അതേപോലെ സ്ഥലം, അതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടാവുന്ന ഷിപ്രക്ക് അതേമാതിരി. സാധാരണ വെള്ളത്തിന്റെ അടിയിൽ സ്പോണുള്ള സാധനം അവിടെ എന്തോ ഉണ്ട്. ഇതെന്താ, ഇതിന്റെ അകത്തെന്താ? മെൻഡിങ് ഉള്ള അയൺ റോഡ് അല്ല, ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടാവുള്ളൂ. എന്നാലും ഇത് എന്ത് സീഡാ? ഓക്കെ, ഇവിടെ നമ്മളെ അയൺ ഫാം പണിയാം. ഓക്കെ, അയ്യോ. ഓക്കെ, മറ്റവനെ പോയി വെള്ളത്തിൽ തള്ളിയിട്ടെ പോയിട്ട്. നമ്മള് ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ചെറിയൊരു അയൺ ഫാം ആണ്. അതായത് എഫിഷ്യന്റ് അല്ല, എന്നാ അത്യാവശ്യത്തിന് ഉള്ള സ്പോൺ ആണത്. ഓക്കെ, അപ്പൊ ഞാൻ അത് കാണിച്ച് ബോറടിപ്പിക്കണില്ല. നമുക്ക് ഇതിന്റെ ട്യൂട്ടോറിയൽ എന്തെങ്കിലും കാണിച്ചാൽ മറ്റേ മല്ലൂറിന ഗെയിമല്ലേ, ആള് ലെറ്റ്സ് പ്ലേ ഉണ്ടാക്കിയ അതേ അയൺ ഫാം ആണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലെ റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞായി, നല്ല രീതിക്ക് ലേഗ് അടിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഇങ്ങനെയൊക്കെ വെച്ചു അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു സാധനം വരുന്നുണ്ട്. അത് OBSന്റെ എന്തോ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞാൻ മൗസ് അധികം അനക്കാത്തത്. ഓക്കെ, നല്ല രീതിക്ക് ഫ്രെയിം റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താന്ന് എനിക്കറിയില്ല, അത്ര നേരം ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പൊ കുറച്ചു നേരമായിട്ട് ഇങ്ങോട്ട് തുടങ്ങിയത് അത്. ഓക്കെ, അത് ഞാൻ ഇനിയിപ്പോ എന്തായാലും സെറ്റ് ചെയ്ത് നടക്കിയിട്ട് നടക്കണില്ല. ഞാൻ കുറെ നോക്കി നടക്കണില്ല. അപ്പൊ ഇനി
ഞാൻ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കിനും ആ സംഭവം സെറ്റ് ചെയ്യാം. ഓബീസിന് എന്തൊരു പ്രശ്നമാണ് എന്താ എനിക്കറിയില്ല. ഓക്കെ, ഞാൻ പോയിട്ട് റിസോഴ്സ് ഗ്യാദർ ചെയ്യട്ടെ. അയ്യോ ഗൈസ്, അപ്പൊ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, ലവ. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഓക്കെ, ജസ്റ്റ് അവിടെ വില്ലേജ്. എനിക്ക് ഇതറിയില്ല, ഞാൻ സത്യം പറഞ്ഞ മറ്റേ അന്നാള് ഷിപ്പ് റെക്കഡ് കണ്ടിട്ടുണ്ടല്ലേ, അതിന്റെ അവിടെ ഒരു ലാവ പൂളി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ അങ്ങോട്ട് പോയ ലാവ വീട്ടിൽ വെച്ചിട്ട് ഇതിനെ വന്നതാ. നോക്കുമ്പോ തപ്പട്ടെ ലാവയുടെ സാധനം ഇരിക്കും. വെറുതെ കിട്ടിയല്ലേ, നമ്മള് കളയാൻ പാടില്ല. ഓക്കെ, റിസോഴ്സ് നമ്മളെപ്പോഴും പകുതിയായിട്ട് കളക്ട് ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഓക്കെ, നമ്മള് ഇപ്പൊ തന്നെ ഒരു പെട്ടിക്കൂട് പണി വെച്ചിട്ടുണ്ട്. സ്കെയില് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു. What is this bro? Oh, remain. എന്താണാവേ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. FPS നല്ല രീതിക്ക് 50 60 അങ്ങനെ കയറി പോയിണ്ടാവുന്ന ഇങ്ങോട്ട് അറിഞ്ഞു. എന്താണാവോ, ഞാൻ OBS ഒന്ന് റെഡിയാക്കാം. സെറ്റിങ്സ് എന്തോ മാറിക്കിടക്കുന്നുണ്ട്, അതിന്റെ ഒരു ഇതാ തോന്നുന്നുണ്ട്. ഇതൊക്കെ നല്ല ലേഖായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അത് അവിടെ ഒരു പെട്ടിക്കൂടെ ഉണ്ടോ? അവിടെ അവസാനം അവിടെ അവിടെ അത് അത്ര തന്നെ ആയിട്ടുള്ളൂ. ഓക്കെ, നമ്മളിപ്പോഴും റിസോഴ്സ് ഗ്യാദർ ചെയ്തോണ്ടിരിക്കുക. ഈ സാധനം കിട്ടിയോണ്ട് വലിയ ഉപകാരം. ലാവ എവിടെ സാധനം? ഓക്കെ, നമ്മള് അയൺ ഫാമിന്റെ പണി തീർത്തിരിക്കുകയാണ്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അതിനെ ശല്യ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഗോൾഡനില്ല, ഞാൻ ഇതിന്റെ അകത്ത് റിസോഴ്സ് ആദരിച്ച കാര്യം ഈ ഓർമ്മയില്ല. വെറുതെ പോയിണ്ടാക്കി എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ. ഇത് അതാണ് സംഭവം. ഇത് ഞാൻ മറ്റേ നമ്മുടെ വല്യോറീന ഗെയിമിങ്ങിന്റെ ആളുടെ ചാനലിലൊക്കെ ഉണ്ടാക്കിയ സാധനമാണ്. ഓക്കെ, അതിന്റെ അകത്ത് ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിക്ക് അതിന്റെ അളവ് കിട്ടാത്തതുകൊണ്ട് ഞാൻ തോന്നിയ പോലെ അളവാക്കി വെച്ചു. സംഭവം ആളുണ്ടാക്കിയത് ഇങ്ങനെയല്ല, അതിനെക്കാട്ടിലും വൃത്തിയുണ്ട്. ഇത് നോക്കണ്ട, അത്രക്കുള്ളൂ. ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ഞാൻ പൊളിച്ചു കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ ഇത് വേണമെങ്കിൽ ബ്രീഡർ ആക്കാം. ഇതിന്റെ അകത്ത് ഇരുന്ന് ബ്രീഡാണ്. ഞാൻ 4 ബ്രെഡ് എന്തോ കൊടുത്തിട്ടുള്ളൂ. ഞാൻ മാതിരി ബ്രീഡ് അതിന്റെ അകത്ത് ഗോളം വരുന്നില്ല. എന്താണാവോ? അല്ല, ഗോളം വരില്ല. അതിന്റെ അകത്ത് ഇനി നിറയണ്ടേ? ഞാൻ മറ്റവന്മാര് വലുതാണ്, അതിന് മാത്രമുള്ള ബ്രെഡ് എനിക്ക് കൃഷി ചെയ്യണം. ഞാൻ ഫാർമർ ആവണേ. ഓക്കെ ഓക്കെ, ഇതെന്താ ഇങ്ങനെ? അയ്യോ, അത് നോക്കണ്ട. അയൺ ഫാം ഉണ്ടാക്കി വന്നപ്പോ ആരോ ഗെയിം കയറി തോന്നുന്നു. കല്ലൊക്കെ പോയി. കല്ല് അറിയില്ല. കല്ല് ഞാൻ തന്നെ പൊളിച്ചു. ഈ വീട് നമ്മൾ ആദ്യം തന്നെ പൊളിച്ച് പാപ്പരാക്കി വിട്ടതാണ്. പിന്നെ 2 പൊളിച്ചാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ അതുകൂടി പൊളിച്ചു ചെന്നപ്പോ സാധനം തികഞ്ഞില്ല. അപ്പൊ ഞാൻ ഈ വീടും പൊളിച്ചു. കണ്ടോ, ഞാൻ ആവശ്യമുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. കണ്ടോ, മ്യൂസിക് പൊളിച്ചൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട്. സ്റ്റേഷനിൽ കണ്ടോ, ആവശ്യമുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അധികം നശിപ്പിച്ചിട്ടൊന്നുമില്ല. പൊളിച്ചാണ് ഞാൻ കണ്ടില്ല വീട്. അത് ഇത് തന്നെ ഉണ്ടെന്ന് കണ്ടോ. മൂസിയൊന്നും ഞാൻ തൊട്ടിട്ടില്ല. അവിടെ തന്നെ അവിടെ ഞാൻ തൊട്ടിട്ടില്ല. കണ്ടോ, പൊളിച്ച മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടെ ഒരു വീട്ടിലുണ്ടല്ലോ, അവിടത്തെ ഞാൻ മൂസി പൊളിച്ചാൻ തൊട്ടിട്ടും കൂടി ഇല്ല. കണ്ടോ, ഞാൻ ജസ്റ്റ് ഒക്കെ പൊളിച്ചു കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ ഗോൾസ് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് വീടിന്റെ പണി തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ഇപ്പൊ തന്നെ അത്യാവശ്യം സമയം പോയി. ഓക്കെ, പിന്നെ പറയാനുള്ളത്, അത് കുക്കിയാട്ടെ. ഈ സാധനം കണ്ട് ഈ ബണ്ടില് ഇത് എനിക്ക് വന്നത് ഓൾറെഡി ഞാൻ അറിഞ്ഞിട്ടുണ്ടാകുന്നു. ബട്ട് ഈ സാധനം ഭയങ്കര യൂസ്ഫുള്ളാ കാര്യത്തില്. ഞാൻ കാണിച്ചു തന്നെ. ഇപ്പോ അതില്ലെങ്കിൽ എന്റെ ഇതിലെ അവസ്ഥ അതാ.
ഇതാവും എൻ്റെ അവസ്ഥ. അണ്ട് ഈ കണ്ട ചവർ ഫുള്ള് ഈ ഒരു ഇതിനകത്ത സാധനം ഭയങ്കര യൂസ്ഫുൾ. അത് കണ്ടത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സംഭവം സിമ്പിളാണ്. മൗസിന്റെ വെച്ച് നോക്കണ്ട, അത് ചെറിയൊരു പ്രശ്നമുണ്ട്, ആരും ശ്രദ്ധിക്കണം വേണ്ട. ഓക്കെ, വണ്ടിയിൽ ഭയങ്കര യൂസ്ഫുൾ ആയ സാധനമാണ്. ഓക്കെ, അപ്പൊ ആ ബ്രീഡർ നമുക്ക് ഇവിടെ ബ്രീഡർ ഉണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. വെറുതെ നമുക്ക് വേണമെങ്കിൽ കാണാൻ വെക്കാം. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ബ്രീഡിങ് ഒക്കെ നടത്തിക്കാം കേട്ടോ. അതിൻ്റെ അകത്ത് ചെയ്ത് ദൂരമുള്ളതുകൊണ്ട് മറ്റേമാതിരി ബ്രീഡുണ്ട്. എന്താ സംഭവം? അത് ഞാൻ ചെയ്തിട്ടില്ല. നോക്കട്ടെ. ഓ, നല്ല ദിവസമായിട്ട് ഉമ്മാർക്ക് ദേഷ്യം വരുന്നതാണ്. എന്ത് വില്ലേജന്മാര് അതിന് വന്നോ ജന്തുവാടേ വായി ബ്രോ. അതിൻ്റെ അകത്താരും വന്നിട്ടില്ല എന്നാണ് എൻ്റെ അതന്നെ സംഭവം. എൻ്റെ അകത്ത് പിന്നെ സോംബി കയറുണ്ടാവില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ്സ് ആൻഡ് വീഡിയോ. പുതിയ ഫാം ഉണ്ടാക്കി, വീടിൻ്റെ പണി നമുക്ക് തീർക്കാം. ആരും പിടിക്കണ്ട. ഡയമണ്ട് വിചാരിച്ചു. അത് പറഞ്ഞ പോലെ നമുക്ക് ഗിയറപ്പാവണം. ഞാനിപ്പോഴും ഞാൻ നൂബിടെ അയംകുളത്തിനെ തല്ലിക്കൊന്നിട്ട് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന വാല്യുബിൾസ് അല്ല, വാല്യുബിൾ ആണോ? അതിന് വലിയ വിലയില്ല, അതുകൊണ്ട് വിലയില്ലാത്ത സാധനമാണ്. ഓക്കെ, ഷുഗർ കെയിൻ ഫാം അതൊക്കെ പിന്നെ ഇത് എന്തുണ്ടാണോ എനിക്കറിയില്ല. അതിലൊന്നോ നമുക്ക് അങ്ങോട്ട് പോകാണ്ടിരിക്കണതാണ് നല്ലത്. ഓക്കെ, ഉമ്മാരങ്ങോട്ട് കൊന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ ഇവിടുത്തെ ഒരു വിധത്തില്ലാതെ തീർന്നിട്ട്. ഈ മരം ഞാൻ വെട്ടണം പറഞ്ഞാണ്, പക്ഷേ റിലാക്സ് ഇല്ല. ആവട്ടെ. ഓക്കെ, അതിൻ്റെ അത് കയറി. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇത്ര തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ഇൻഫോം ഉണ്ടാക്കി. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും കയറിയിട്ട് കൊടുക്കാം. ഗെയിം സ്ക്രീൻ സെറ്റ് ആയിട്ട് സോ ഗൈസ്, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പൊ നമ്മള് ചെറിയ ലാക്ക് ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഞാൻ അടുത്ത വീഡിയോ ആകുമ്പോഴേക്കിനും റെഡിയാക്കാം. അത് OBSന്റെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കി, പിന്നെ എന്താട്ടി, പിന്നെ വീടൊക്കെ പൊളിച്ചു, അവന്മാര് സെറ്റ് ആയിട്ട്. ഓക്കെ, എത്ര നാള്. അപ്പൊ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും നമ്മള് ഡയമണ്ട് ആർമർ ആവുമായിരിക്കും ചിലപ്പോ. ഓക്കെ, അപ്പൊ മൈനിങ്ങിനൊക്കെ പോകണം. ഇപ്പോൾ നാളെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ എപ്പിസോഡ് വരും. ഓക്കെ, നാളെ ഒരു വെറൈറ്റി സാധനം വരും. ബട്ട് നൈറ്റായി. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.